ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ 1 ഓഫ് SM ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷെ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഇതിൽ ലാസ്റ്റ് കാണാം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഈസ് എന്താണെന്ന് അറിയുന്നത് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. കുറച്ച് ആക്ടിവിറ്റികളുടെ ഒരു സെറ്റ്, അതായത് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? ഫേമിൻ്റെ മാനേജേഴ്സാണ്. എന്തിനാണത് അവർ അണ്ടർടേക്ക് ചെയ്യുന്നത്? ആ ഫേമിനെ മാർക്കറ്റിൽ സക്സസ്ഫുള്ളി കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ, ഒരു ബെസ്റ്റ് പോസിബിൾ പൊസിഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫേമിൻ്റെ മാനേജേഴ്സ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് that firm managers undertake to put their firm in the best possible position to compete successfully in the marketplace. ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്താണ്? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ആരാണ് ചെയ്യുന്നത്? ഫേം മാനേജേഴ്സ്. എന്തിനാണ് ചെയ്യുന്നത്? ടു പുട്ട് ദെയർ ഫേം ഇൻ ദ ബെസ്റ്റ് പോസിബിൾ പൊസിഷൻ. എന്തിന്? ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞല്ലോ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അതെന്തൊക്കെയാണ്? ഡെവലപ്പിംഗ് ഫേംസ് വിഷൻ, മിഷൻ, സ്ട്രാറ്റജിക് അനാലിസിസ്, ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്രിയേറ്റിംഗ്, ചൂസിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. ഇതൊക്കെയാണ് ഈ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിൽ പെടുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് വെരി സിമ്പിളായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി. ഇതിൽ നമ്മൾ ഈ സ്ട്രാറ്റജിയുടെ ഡെഫിനിഷനാണ് പഠിക്കുന്നത്. വി മേ ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി ആസ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡിസൈഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി സിമ്പിൾ. പക്ഷേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് ഇത് എഴുതും ചെയ്യാം, മാർക്കും വാങ്ങിക്കാം. ഒരു ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റാണ്, ഒരു പ്ലാനാണ്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് ദൂരത്തേട്ടുള്ള ഒരു പ്ലാനാണ്. ഓഫ് എൻ ഓർഗനൈസേഷൻസ് ഡിസൈഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. ഡിസൈഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി, വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു, ഹൗ ഇറ്റ് വാണ്ട്സ് ടു ഡു തിങ്സ് ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്? ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡിസൈർഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. DIDD, ഡിസൈർഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി, വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു, ഹൗ ഇറ്റ് വാണ്ട്സ് ടു ഡു തിങ്സ് ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. പിന്നെ 2 ഇഗറിച്ച് ആൻസോഫ് ആൻഡ് വില്യം എഫ് ഗ്ലൂക്കിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ വില്യം എഫ് ഗ്ലൂക്കിൻ്റെത് കുറച്ച് ഇമ്പോർട്ടൻ്റാണ്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? വില്യം എഫ് ഗ്ലൂക്കിനെ സംബന്ധിച്ച് എ UCI പ്ലാൻ ഡിസൈൻ ടു അഷ്യൂർ ദാറ്റ് ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ്റർപ്രൈസ് ആർ അച്ചീവ്ഡ്. ഒരു എൻ്റർപ്രൈസിൻ്റെ, ഒരു കമ്പനിയുടെ, ഒരു ബിസിനസ്സിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള യൂണിഫൈഡ്, കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ. UCI പ്ലാൻ, യൂണിഫൈഡ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ, ഡിസൈൻഡ് എന്തിന്? അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് ആർ അച്ചീവ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡിസൈഡ് ഇമേജ്, ഡിറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി, വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു, ഹൗ ഇറ്റ് വാണ്ട്സ് ടു ഡു തിങ്സ് ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. ആൻഡ്
വില്യം എഫ് ക്ലൂക്ക് എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജി ഈസ് എ യൂണിഫൈഡ് കോംപ്രഹെൻസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ designed to assure that the basic objectives of enterprise are achieved. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്. സ്ട്രാറ്റജി ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സൗണ്ട്, അലേർട്ട് ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയിൽ സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ചിട്ട് എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കുറച്ച് ഐഡിയകൾ, കുറച്ച് സൂത്രങ്ങൾ, കമ്പനി അടിപൊളിയാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ, കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല പ്ലാൻസ്, അങ്ങനെ ആണ് സ്ട്രാറ്റജിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ചിട്ട്, അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു സൗണ്ട്, അലേർട്ട് ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല, പകരമാവില്ല. സ്ട്രാറ്റജി ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സൗണ്ട്, അലേർട്ട് ഓർ ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ്. അപ്പം സ്ട്രാറ്റജി ഒരിക്കലും എന്താവില്ല, പെർഫെക്റ്റ്, ഫ്ലോലെസ് ആൻഡ് ഓപ്റ്റിമൽ ആവില്ല. പെർഫെക്റ്റ് ആയിട്ട് ആവില്ല, തെറ്റില്ലാത്തത് ആവില്ല. അതാണ് ഫ്ലോലെസ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്റ്റിമൽ, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇല്ല. ഓക്കെ, അപ്പം സ്ട്രാറ്റജി എപ്പോഴും എന്താ, ഫ്ലെക്സിബിൾ ആൻഡ് pragmatic to take care of the sudden emergencies, pressures and avoid failures and frustrations. അതായത് ഫ്ലെക്സിബിൾ ആവണം. കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനോട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാണ്ട് അതൊരു റിജിഡ് കാര്യമായിട്ട് ഇപ്പം നമ്മളൊരു പ്ലാൻ വെച്ചു അതുപോലെ തന്നെ ചെയ്തു പോലെ നടക്കില്ല. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് ബിസിനസ്സിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെയൊന്നും തരണം ചെയ്യാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ ഒരു സൗണ്ട് സ്ട്രാറ്റജിയിൽ അലവൻസസ് ആർ മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻസ് ആൻഡ് അൺആൻറ്റിസിപ്പേറ്റഡ് ഇവൻറ്റ്സ്. അതായത് നല്ലൊരു സ്ട്രാറ്റജി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും എന്തുണ്ടാകും, അലവൻസസ് വെച്ചിട്ടുണ്ടാകും. അതായത് ചിലപ്പോൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും വരും, അതിന് അലവൻസസ്, അതായത് അതിന് തരണം ചെയ്യാൻ പല മാർഗ്ഗങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ലാർജ് ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജീസ് ആർ ഫോർമുലേറ്റഡ് കോർപ്പറേറ്റ് ലെവൽ, ഡിവിഷണൽ ലെവൽ ആൻഡ് ഫങ്ഷണൽ ലെവൽ. വലിയ കമ്പനീസ്, വലിയ കമ്പനി ടാറ്റ പോലത്തെ കമ്പനീസിലൊക്കെ എന്താണ്, കോർപ്പറേറ്റ് ലെവലിലും ഡിവിഷണൽ ലെവലിലും അതുപോലെ ഫങ്ഷണൽ ലെവലിലും ഒക്കെ എന്തുണ്ടാവും, സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്ട്രാറ്റജീസ് എന്താണ്? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താ, long range blueprint of an organization's decide image, direction and destination, what it wants to do, what it wants to be, how it wants to do things and where it wants to go. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോർപ്പറേറ്റ് ലെവലിലും ഡിവിഷണൽ ലെവലിലും ഫങ്ഷണൽ ലെവലിലും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ആർ ഫോർമുലേറ്റഡ് ബൈ, ആരായിരിക്കും കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ്? കോർപ്പറേറ്റ് സ്റ്റാഫ് ആരാ? ടോപ്പ് മാനേജേഴ്സ് അല്ലേ? Our strategies includes the determination of plans for expansion and growth, vertical and horizontal integration, diversification, takeovers and mergers, new investment and divestment areas, R&D projects and so on. അതായത് കോർപ്പറേറ്റ് ലെവലത്തെ മാനേജേഴ്സ് എന്തിനൊക്കെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും? വലിയ ആൾക്കാരല്ലേ, വേറെ ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റൊക്കെ തുടങ്ങുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെത്, പിന്നെ ഫേമിൻ്റെ എക്സ്പാൻഷന്, ഗ്രോത്ത്, പിന്നെ ഇൻറ്റഗ്രേഷൻ, വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളും ഉണ്ടല്ലോ, ടേക്ക് ഓവർ, മെർജർ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്, പിന്നെ ഡൈവെസ്റ്റ്മെൻറ്റ് ഏരിയാസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് അവരുണ്ടാക്കും. ആര്? ടോപ്പ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ടേംസൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, these corporate-wide strategies need to be operationalized by divisional and functional strategies regarding product lines, product volumes, quality, range, prices, product promotion, market penetration, purchasing sources, ഇങ്ങനെ കാര്യങ്ങൾ. അതായത് ഈ കോർപ്പറേറ്റ് ലെവലിൽ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി, ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു പുതിയൊരു എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ, അപ്പം
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കോർപ്പറേറ്റ് ലെവലിലുള്ള ടോപ്പ് മാനേജേഴ്സ് എന്ത് ചെയ്യും, ഫോർമുലേറ്റ് ചെയ്യും. അത് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ ലെവലിലുള്ളവരാണ് എന്ത് ചെയ്യുക, അത് ഓപ്പറേഷണലാക്കുക, നടത്തി കൊണ്ടുപോവുക, നടത്താൻ പറ്റുന്ന രീതിയിലാക്കുക. അപ്പോൾ അവരാണ് ഈ പ്രൊഡക്ഷൻ്റെ വോളിയം, ക്വാളിറ്റി, പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പ്രൊമോഷൻ, ഇങ്ങനത്തതൊക്കെ ഡിസൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, സ്ട്രാറ്റജി പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ് ആണ്. പ്രൊആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യമേ കുറച്ച് പ്ലാൻ ഉണ്ടാക്കുന്നത്. റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ്. അപ്പോൾ കമ്പനി ടിപ്പിക്കലി രണ്ടിനും കൂടെ ബ്ലെൻഡാണ് കമ്പനിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം പ്രൊആക്റ്റീവ് ആക്ഷൻസ് അത്യാവശ്യമാണ്. ഒരു കമ്പനി നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ വരാം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നതൊക്കെ കരുതി വെക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻസ് വേണം. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതും തരണം ചെയ്യണമല്ലോ കമ്പനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, റിയാക്ഷൻസും വേണം. പ്രൊആക്റ്റീവ് ആക്ഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ് ടു ഇംപ്രൂവ് ദ കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. എന്തിനാണത്, മാർക്കറ്റ് പൊസിഷനും ഫൈനാൻഷ്യൽ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പ്രൊആക്റ്റീവ് ആക്ഷൻസ് മാനേജേഴ്സ് എടുക്കുന്നത്. പ്രൊആക്റ്റീവ് ആക്ഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ് ടു ഇംപ്രൂവ് ദ കമ്പനീസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് മാർക്കറ്റ് പൊസിഷൻ. റിയാക്ഷൻസ് എന്തിനാണ്, അൺആൻറ്റിസിപ്പേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻസ് ഇൻ ദ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും ഇങ്ങനെ മാറുന്ന അങ്ങനത്തെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമ്മൾ വിചാരിക്കാത്ത അൺആൻറ്റിസിപ്പേറ്റഡ് എന്ത് വരാം, ഡെവലപ്മെൻറ്റ്സ് വരാം, പിന്നെ പുതിയ ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ വരാം. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്ട്സ് എല്ലാ കമ്പനീസും ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കാറുകളുടെ ഇതിൽ എല്ലാ ബ്രാൻഡ്സും എന്ത് ഒരു EV ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ചിലപ്പോൾ ഇറക്കേണ്ടി വരും. അത് ആൾക്കാർ മാർക്കറ്റ് കണ്ടീഷൻ മാറി, എല്ലാവരും EV ചൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ഷൻസും വേണമെന്നാണ് പറയുന്നത്. പ്രൊആക്റ്റീവ് ആക്ഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ് to improve company's market position and financial performance, reactions to unanticipated developments and fresh market conditions in the dynamic business environment. പിന്നെ പറയുന്നതാണ്, in other words, a company uses both proactive and reactive strategies to cope up with uncertain business environment. അൺസർട്ടൈൻ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റുമായി കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊആക്റ്റീവും റിയാക്റ്റീവും ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കമ്പനി യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലാൻ സ്ട്രാറ്റജിയാണ്, പ്ലാൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. വെറാസ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, അഡാപ്റ്റീവ് റിയാക്ഷൻസ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള അഡാപ്റ്റീവ് റിയാക്ഷൻസ് ആണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി, ആരെ ഭാഗത്തു നിന്നാണ്, മാനേജേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. എന്തിനാണ്, ടു ഇംപ്രൂവ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്. റിയാക്ഷൻസ് എങ്ങനെയാണ്, അൺആൻറ്റിസിപ്പേറ്റഡ് ഡെവലപ്മെൻറ്റ്സിനും ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻസിനുമാണ് ഇൻ ദ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്, വെറാസ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് റിയാക്ഷൻസ് ആണ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. ഇനി ചെറിയൊരു എക്സാമ്പിൾ പറയാം. A ketchup brand is making a healthy ketchup with less sugar and preservatives to attract more customers by letting parents feel safe about their kids consuming ketchup. Can this be called a strategy? ഒരു സ്ട്രാറ്റജി ആയിട്ട് നോക്കാൻ പറ്റുമോ? കെച്ചപ്പ് ബ്രാൻഡ് ഷുഗറൊക്കെ കുറച്ച്, പ്രിസർവേറ്റീവ്സ് ഒക്കെ കുറച്ച് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തിയർ കെച്ചപ്പ് ഉണ്ടാക്കുന്നു. അതൊരു സ്ട്രാറ്റജിയാണ്, ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. എന്തിനാണ്, ആളുകൾ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചേഞ്ച് ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റാണ്, ആളുകളുടെ സ്വഭാവം മാറുന്നത്. അപ്പം അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യുന്നൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് എന്ത്, ഇങ്ങനെ ഒരു ഹെൽത്തിയർ കെച്ചപ്പ് എന്ന് പറഞ്ഞ സംഗതി ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സൊക്കെ എന്താണെന്ന് പറഞ്ഞല്ലോ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്
എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആര് ഫോം ചെയ്യുന്നതാണ്? ഫേം മാനേജേഴ്സ് ടു പുട്ട് ദെയർ ഫേംസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ പൊസിഷൻ ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അതാണ് എന്ത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പോൾ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് 2 ഒബ്ജക്റ്റീവ്സാണ്. ഒന്നെന്താണ്? ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് പറയുന്നത് ടു ഗൈഡ് കമ്പനി സക്സസ്ഫുള്ളി. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ കമ്പനീനെ സക്സസ്ഫുള്ളായിട്ട് ഗൈഡ് ചെയ്യുക. സിമ്പിളായിട്ട് അങ്ങനെ പഠിച്ചു വെക്കാം. ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ? സംതിങ് യുണീക്ക് ആൻഡ് വാല്യൂഡ് ബൈ ദി കസ്റ്റമേഴ്സ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം, അതിൻ്റെ റൈവൽസിനെ, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലാണ്, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവരെക്കാളും അടിപൊളിയാണ് ഇവരെന്നുണ്ടെങ്കിലാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സോ ദാറ്റ് ദ കമ്പനി ക്യാൻ ഔട്ട് പെർഫോം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. മനസ്സിലായോ? എല്ലാ ആസ്പെക്ട്സിലും, ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും. അപ്പം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്? സംതിങ് യുണീക്ക് ആൻഡ് വാല്യൂഡ് ബൈ കസ്റ്റമറാണ്. എന്താണ് ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണ്? കമ്പനി ക്യാൻ ഔട്ട് പെർഫോം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. പിന്നെന്താണ്? ടു ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ഓൾ ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റിൽ വരുന്ന എല്ലാ ചേഞ്ചസ് ഉണ്ടല്ലോ, അതിലും കമ്പനീനെ സക്സസ്ഫുള്ളായിട്ട് ഗൈഡ് ചെയ്യാൻ. ദിസ് ഈസ് ടു റിയാക്ട് ഇൻ ദ റൈറ്റ് മാനർ. ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? കമ്പനീനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക, സക്സസ്ഫുൾ ആവണ രീതിയിൽ ഗൈഡ് ചെയ്യുക. എൻവയോൺമെൻറ്റിലത്തെ എല്ലാ ചേഞ്ചിനും, എന്ത് ചേഞ്ച് വന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ പോകാനുള്ള രീതിയിൽ ഗൈഡ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവിൽ പെട്ട ഒന്ന്. അപ്പം അതിൽ പെട്ട എന്താണ്? ഇപ്പോൾ ഒരു ഓൾ ചേഞ്ചസ് ദ എൻവയോൺമെൻറ്റ് പറയുമ്പോൾ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, അപ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. 2 കാര്യങ്ങളാണ്. ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് so that the company can outperform its competitors in all aspects of organizational performance. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാം? യുണീക്കാണ് ആൻഡ് സംതിങ് വാല്യൂഡ് ബൈ ദി കസ്റ്റമർ. പിന്നെന്താണ്? ടു ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ഓൾ ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് ടു റിയാക്ട് ഇൻ ദ റൈറ്റ് മാർക്കറ്റ്, ഇൻ ദ റൈറ്റ് മാനർ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് ആണ് ഇനി പറയുന്നത്. മാനേജീരിയൽ പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എന്താണ്? മാനേജ്മെൻ്റ് അല്ലേ, അപ്പോൾ ഒരു മാനേജീരിയൽ പ്രോസസ്സാണ് ഓഫ് കുറച്ച് കാര്യങ്ങളുടെ. ആ കാര്യങ്ങളാണ് നമ്മൾ സ്ട്രാറ്റജിയിൽ, അതായത് സ്ട്രാറ്റജിയുടെ മാനേജ്മെൻറ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പറഞ്ഞു. അത് പെടുന്ന കുറച്ച് കാര്യങ്ങളുടെ മാനേജീരിയൽ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ മാനേജീരിയൽ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, crafting strategy, implementing and evaluating strategy, and finally initiating corrective adjustments were deemed appropriate. ഈ പ്രോസസ്സ് എന്ത് ചെയ്തില്ല? അവസാനിക്കുന്നില്ല. ഡസ് നോട്ട് എൻഡ്. ഇറ്റ് കീപ്സ് ഓൺ ഇൻ എ സൈക്ലിക് മാനർ. കാരണം എന്താ? ഓരോന്ന് കഴിഞ്ഞാൽ അടുത്തടുത്ത സ്ട്രാറ്റജി ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് വിഷൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും, സ്ട്രാറ്റജി ക്രാഫ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യും, ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ്? മാനേജീരിയൽ പ്രോസസ്സാണ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്രാഫ്റ്റിംഗ് സ്ട്രാറ്റജി,
implementing and evaluating the strategy, and finally initiating corrective adjustments were deemed appropriate. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ദ കമ്പനീസ് വിഷൻ, എൻവയോൺമെൻറ്റൽ സ്കാനിങ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും ഇവാലുവേഷനും കൺട്രോളും. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ്? ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു, ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊന്നും കൂടി ഒരു വേറെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനേജീരിയൽ പ്രോസസ്സാണ്. ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജി, ഫൈനലി ഇനീഷ്യേറ്റിംഗ് കറക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വർ ഡീംഡ് അപ്രോപ്രിയേറ്റ്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് കമ്പനിയുടെ സ്ട്രാറ്റജിക് വിഷന്, എൻവയോൺമെൻറ്റൽ സ്കാനിങ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷനും കൺട്രോളും. Originally called business policy, strategic management emphasizes the monitoring and evaluation of external opportunities and threats in the light of company's strength and weakness, and designing strategies for the survival and growth of the company. അതായത് ഒരു കമ്പനിയുടെ സർവൈവലിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുക. അതെങ്ങനെയാണ്? ഓപ്പർച്യൂണിറ്റി ത്രെറ്റൊക്കെ, പുറത്തുള്ള ഓപ്പർച്യൂണിറ്റി ത്രെറ്റൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നത്. എന്തിനാണ് സ്ട്രാറ്റജീസ്? സർവൈവലിനും ഗ്രോത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്? ഇവാലുവേഷൻ ഓഫ് monitoring and evaluation of external opportunities and threats in the light of company's strength and weakness, and designing strategies for the survival and growth of the company. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചത്? സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് എന്താണ്? മാനേജീരിയൽ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ബ്ലാ ബ്ലാ ബ്ലാ. സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റി ത്രെറ്റും ഇൻ ലൈറ്റ് ഓഫ് കമ്പനിയുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ആൻഡ് ഡിസൈനിങ് ദ സ്ട്രാറ്റജീസ് ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് പറയുന്നത് ബെനഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഗീവ്സ് ദ കമ്പനി ഡിറക്ഷൻ ടു മൂവ് അഹെഡ്. അതായത് നല്ലൊരു ഡയറക്ഷൻ കൊടുക്കും. സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം അതാണ് പറയുന്നത്, ഡിറക്ഷൻ ടു മൂവ് അഹെഡ്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ബി പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ഇൻ ഷേപ്പിംഗ് ഇറ്റ്സ് ഫ്യൂച്ചർ. അത് നമ്മൾ പറഞ്ഞു, എന്താ പ്രൊആക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടാകുമ്പം. അല്ലെങ്കിൽ എന്താണ്, ഓരോ പ്രശ്നം വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് പോവുമായിരിക്കും ഓർഗനൈസേഷൻസ് ചെയ്യുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓർഗനൈസേഷൻസ് ആർ ഏബിൾ ടു അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മിയർ സ്പെക്ടേറ്റേഴ്സ്. അനലൈസ് ചെയ്യാനും പിന്നെ അതിനനുസരിച്ച് ടേക്ക് ആക്ഷൻസ് ചെയ്യാനും ഓർഗനൈസേഷൻ ഏബിളാണ്. അല്ലാണ്ട് പ്രശ്നം വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യല്ലാണ്ട്. thereby they are enabled to control their own destiny in a better manner എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദെം ഇൻ വർക്കിംഗ് വിത്ത് വഗാരീസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഷേപ്പിംഗ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ക്യാരിഡ് അവേ ബൈ ഇറ്റ്സ് ടർബുലൻസ് ഓർ അൺസർട്ടനിറ്റീസ്. നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു ബി പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഗീവ്സ് ഡിറക്ഷൻ ടു മൂവ് അഹെഡ്. പിന്നെ പറയുന്നത് എന്താണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ഓൾ മേജർ ഡിസിഷൻസ് of an enterprise, such as decision on business, product, markets, manufacturing facilities, investments, and organizational structure. It provides better guidance to entire organization on the crucial point, what it is trying to achieve. Very important but very simple. Strategic management provides framework for all major decisions of enterprise. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഡിസിഷൻസിനും ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിറക്ഷൻ ടു മൂവ് അഹെഡ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു ബി പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ്.
സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിം വർക്ക്. എന്തിനുള്ള ഫ്രെയിം വർക്കാണ്? ബിസിനസ് ഡിസിഷൻസ് ഉണ്ടാക്കാനുള്ള, മേജർ ബിസിനസ് ഡിസിഷൻസൊക്കെ ഉണ്ടാക്കാനുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സീക്സ് ടു പ്രിപ്പയർ ദി ഓർഗനൈസേഷൻ ടു ഫേസ് ദ ഫ്യൂച്ചർ ആൻഡ് ആക്ട് ആസ് പാത്ത് ഫൈൻഡർ ടു വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സീക്ക് ചെയ്യുന്നുണ്ട്? എന്തിന്? ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാൻ, ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തരാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറയുമ്പോൾ എന്താ? വഴികാട്ടി. ടു വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലോട്ടൊരു പാത്ത് ഫൈൻഡറാണെന്ന് ഇത് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്. അതായത് ഒരു ബിസിനസ്സിൽ നല്ലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ അതിനുള്ള പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലോട്ടും അതിനെത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? പ്രിപ്പയർ ഓർഗനൈസേഷൻ ടു ഫേസ് ഫ്യൂച്ചറും ആക്ട് ആസ് പാത്ത് ഫൈൻഡർ ഫോർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അതുപോലെ അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻസ് ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ അവൈലബിൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ വേസ് ആൻഡ് മീൻസ് ടു റീച്ച് ദം. ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ അത് വഴികൾ, അതിലോട്ട് എത്താനുള്ള വഴികൾക്കും ഒക്കെ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഹെൽപ്ഫുൾ ആവുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സെർവ്സ് ആസ് എ കോർപ്പറേറ്റ് ഡിഫെൻസ് മെക്കാനിസം എഗെയിൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫോൾസ്. അതായത് ചതിക്കുഴികളിലും തെറ്റുകളൊക്കെ വരുന്നതിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ തടയുന്ന ഒരു മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചതിക്കുഴികളിലും തെറ്റുകളിലൊക്കെ പെടാൻ ചാൻസ് കുറവാണ്. കാരണം പല കാര്യങ്ങളും അവിടെ അനലൈസ് ചെയ്തിട്ടൊക്കെ അല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോർപ്പറേറ്റ് ഡിഫെൻസ് മെക്കാനിസം, ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ട്, അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെർവ്സ് ആസ് എ കോർപ്പറേറ്റ് ഡിഫെൻസ് മെക്കാനിസം അഗെയിൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫോൾസ്. പിന്നെ അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ് ഇൻ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചോയ്സസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റ്ലി മിസ്റ്റേക്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ ലോഞ്ചവിറ്റി ഓഫ് ദ ബിസിനസ്. അതായത് അത് കുറേ നീളം പോവും, കുറേ കാലം പോവും. ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉള്ളൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആയുസ് കൂടും. അതാണ് പറയുന്നത്. ഹെൽപ്സ് ടു എൻഹാൻസ് ദ ലോഞ്ചവിറ്റി ഓഫ് ദ ബിസിനസ്. വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ഡൈനാമിക് എൻവയോൺമെൻറ്റ് ഇറ്റ് മേ ബി ചലഞ്ചിങ് ഫോർ ദ ഓർഗനൈസേഷൻ ടു സർവൈവ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, അത് പറയുന്നത് എന്താ? ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ ഡൈനാമിക്കൊക്കെ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ, അതിൽ ഇപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? കുറച്ച് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ ചലഞ്ചസ് ഉള്ള എൻവയോൺമെൻറ്റിൽ നമ്മളെ വൃത്തിക്ക് പോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ട് എന്താണ്? വൃത്തിക്ക് പോകുമ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ആയുസ് കൂടും. അതന്നെ. It helps organization to take a clear stand in related industry and make sure that it is not just surviving on luck. ലക്കിൽ സർവൈവ് ചെയ്യല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും. ആക്ഷൻസ് ഓവർ എക്സ്പെക്റ്റേഷൻ ഇസ് വാട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്ന എന്താണ്? ഉറപ്പിച്ച് തരുന്നത് എന്താണ്? ആക്ഷൻസ് ആണ് നമ്മളെ പ്രതീക്ഷകളെക്കാൾ, എക്സ്പെക്റ്റേഷനേക്കാളും മുകളിൽ എന്നുള്ളത്. നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നതാണ് മുകളിൽ എന്നുള്ളത്. പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് സർട്ടൻ കോർ കോമ്പിറ്റൻസീസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് അസിസ്റ്റ് ഇൻ ഇറ്റ്സ് ഫൈറ്റ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സർവൈവലിനും നിലനിൽപ്പിനും വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ട രണ്ട് കാര്യങ്ങളാണ് കോർ കോമ്പിറ്റൻസിയും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും. ഇതിനെ രണ്ടിനെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എന്താണ് കോർ കോമ്പിറ്റൻസി? ഔട്ട് പെർഫോം ചെയ്യുക, കോമ്പറ്റേറ്റേഴ്സിനേക്കാളും അടിപൊളിയാവണ ആ ഒരവസ്ഥ. അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോർ കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് യുണീക്കായിട്ടുള്ളൊരു ഫീച്ചർ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റ് റഹ്മത്ത് ഹോട്ടലിൽ അവിടുത്തെ ബിരിയാണിയുടെ റെസിപ്പി അത് അവരുടെ യുണീക്ക് ഇതാണ്, അതാർക്കും അങ്ങോട്ട് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യാത്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ
ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇത്ര പോയിൻറ്റ്സാണ്, 7 പോയിൻറ്റ്സാണ് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലുള്ളത്. Direction to move ahead, proactive instead of reactive, framework for all major business decisions, prepare for organization to face the future and act as pathfinder to various business opportunities, serve as corporate defense mechanism against mistakes and pitfalls, enhance the longevity of the business, helps the organization. Importance of strategic management. Formulation of strategies and their implementation have become essential for all organizations for their survival and growth in the present turbulent business environment. നമ്മളിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞില്ലേ, ടർബുലൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പം നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വരാൻ തന്നെ കാരണം, അതായത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഈ എൻവയോൺമെൻറ്റ് എപ്പോഴും ടർബുലൻറ്റ്, അതുപോലെ അൺആൻറ്റിസിപ്പേറ്റഡ് കാര്യങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റാണ്. ഇങ്ങനെയൊക്കെ മാറി പല പ്രശ്നങ്ങളൊക്കെ വരുന്ന ചാലഞ്ചിങ് എൻവയോൺമെൻറ്റ്, ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് എൻവയോൺമെൻറ്റാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് എവിടെയെങ്കിലും നമ്മൾ എഴുതുമ്പോൾ വെറുതെ അത് എഴുതാതെ ചാലഞ്ചിങ് അല്ലെങ്കിൽ ഡൈനാമിക് ഓർ ടർബുലൻറ്റ് ഓർ അങ്ങനെ അൺആൻറ്റിസിപ്പേറ്റഡ് ഇവൻറ്റ്സ് നടക്കുന്ന ഒരു അൺആൻറ്റിസിപ്പേറ്റഡ് എൻവയോൺമെൻറ്റ് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജിയുടെ ഫോർമുലേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അനിവാര്യമായി, നിർബന്ധമായി ഫോർ ഓൾ ഓർഗനൈസേഷൻസ്, എല്ലാ ഓർഗനൈസേഷനും. എന്തിന്? അതിൻ്റെ സർവൈവലിനും ഗ്രോത്തിനും. ഈ സർവൈവൽ ആൻഡ് ഗ്രോത്തും നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ടർബുലൻ്റ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അതാണ് സർവൈവലും ഗ്രോത്തും. സർവൈവലിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് എന്ത് നിർബന്ധമായി എസെൻഷ്യലായി സ്ട്രാറ്റജി ഫോം ചെയ്യലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും. ഓക്കെ, പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആസ് പ്രൊപ്പഗേറ്റഡ് ബൈ ചാൾസ് ഡാർവിൻ ഈസ് ദ ഓൺലി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ വിത്ത് ദ ഫിറ്റസ്റ്റ് ആർ നോ ദി ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബട്ട് ഹു ക്യാൻ ചേഞ്ച് ദ അഡാപ്റ്റ് സക്സസ്ഫുള്ളി ടു. ഈ പറഞ്ഞ എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആൾ പറഞ്ഞത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നല്ല ഫിറ്റായിട്ടുള്ള ആൾക്കാർ സർവൈവ് ചെയ്യുന്നുള്ള. ഈ ഫിറ്റായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ദി ലാർജസ്റ്റ് ഓർഗനൈസേഷൻ. ഫിറ്റസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ലാർജ് വലിയ ആൾക്കാരെന്നൊന്നും അല്ല. എന്താണ് സ്ട്രോങ്ങസ്റ്റ് എന്നുള്ളത് ആണോ? അതുമല്ല. ആരാണ് ഈ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്? ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉള്ള ചേഞ്ചസിന് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ ഒക്കെ സക്സസ്ഫുള്ളായിട്ട് അഡാപ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കഴിയുന്നവരാണ് എന്താ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോ ടേംസും ജസ്റ്റ് ഇങ്ങനെ വായിച്ചൊരു ഇതായി പോയാൽ മതി. ഇതിന്ന് ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യനൊന്നും വരില്ല. പക്ഷേ ഇതിൻ്റെ ടേംസൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പല ആൻസറിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടർബുലൻ്റ് ആൻഡ് ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റിൽ സർവൈവൽ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് നടക്കണമെന്ന് പറഞ്ഞു. ഈ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞത് ഇസ് നോട്ട് ലാർജസ്റ്റ് ഓർ സ്ട്രോങ്ങസ്റ്റ്. ആരാണ് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ? ഓർഗനൈസേഷൻസ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് മാറാനും അതിനെ അഡാപ്റ്റ് ചെയ്യാനും കഴിയുന്നവർ, സക്സസ്ഫുള്ളായിട്ട് മാറാനും ചേഞ്ച് ചെയ്യാനും, ഹു ക്യാൻ ചേഞ്ച് ആൻഡ് അഡാപ്റ്റ് സക്സസ്ഫുള്ളി ടു ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇനി ഇതിൽ പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് ബിസിനസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തോറ്റുപോയിട്ടുണ്ട്, എക്സ്റ്റൻഷനിലോട്ട് പോയിട്ടുണ്ട്. എങ്ങനെ അവർ മാനേജ് ചെയ്യാൻ ഫെയിലായി ബിസിനസ് എൻവയോൺമെൻറ്റിലത്തെ ചേഞ്ചസ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ അംബാസഡർ കാറ്, അത് പണ്ട് കാറെന്ന് പറയുമ്പോൾ അതായിരുന്നു. പിന്നെ എന്താണ്, പുതിയ പുതിയ കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവന്നില്ല, ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ പണ്ടത്തൊക്കെ ഉണ്ടെന്നല്ലാണ്ട് പുതിയതായിട്ട് ഇറങ്ങണമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നോക്കിയൻ്റെ ഫോണ്. നോക്കിയ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നിരുന്ന ഒരു ഫോണാണ്.
സ്വിച്ച് ഫോണൊക്കെ പണ്ടത്തത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ ഫോണും പിന്നെ അതുപോലെ ടച്ചാണെന്നുണ്ടെങ്കിലും ടച്ചിലൊക്കെ കുറച്ച് വരികയൊക്കെ ചെയ്തു, പക്ഷേ എന്നാലും അങ്ങനെ ഒരു സെറ്റപ്പായിട്ടൊന്നും വരാനൊന്നും കഴിഞ്ഞില്ല. ഐഫോണും അതുപോലെ സാംസങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുതിയത്, ഇപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സെപ്റ്റംബറിലും ഇറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ സാംസങ്ങൊക്കെ അപ്ഡേഷൻസ് അത്രയും വരുത്തി ഒരുപാട് മോഡൽസാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ആൾക്കാർക്കനുസരിച്ച് ആൾക്കാരുടെ ആ എൻവയോൺമെൻറ്റിന് എന്താണ് ആവശ്യം, കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്നുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, ഇവരുടെ പ്രൊഡക്ട്സിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് പോകും. അപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാവ് ഫോളോ ദ പാത്ത് ഓഫ് എക്സ്റ്റിൻഷൻ, ഫെയിലിംഗ് ടു മാനേജ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിന് എക്സാമ്പിൾ പറയുന്നത് ബജാജിൻ്റെ സ്കൂട്ടേഴ്സ് അങ്ങനെ തന്നെയാണ്. LML സ്കൂട്ടേഴ്സ്, മെർഫ്യൂ റേഡിയോ, BPL ടെലിവിഷൻ, വീഡിയോകോൺ, നോക്കിയ, കൊഡാക് ആൻഡ് സോ ഓൺ. Thus, it becomes imperative to study business strategy. ഇമ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ അങ്ങനത്തെ ഒരു ഇതാണ്. ടു സ്റ്റഡി ബിസിനസ് സ്ട്രാറ്റജി പഠിക്കൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അൺഅവോയ്ഡബിൾ ആണ്. അപ്പം കാരണം എന്താ, അല്ലാതെ ഇതൊന്നും പഠിക്കാതെ ഫെയിലായി പോയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത്. അപ്പം ദേ മേ ഫെയിൽ ടു മാനേജ് ദി ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. പിന്നെ പറയുന്നത്, ബിസിനസ്സസ് ഫോളോ ദ വാർ പ്രിൻസിപ്പിൾ ഓഫ് വിൻ ഓർ ലോസ് and only in a small number of cases win-win situation arises. Hence, each organization has to build its competitive advantage over the competitors in the business warfare in order to win. വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് വേണം ബിസിനസ്സുകൾക്ക്. വാട്ട് ഈസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? ഔട്ട് പെർഫോമിങ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. This can be done only by following process of strategic management process ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? സ്ട്രാറ്റജിക് അനാലിസിസ്, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്ട്രാറ്റജീസ്. ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതെന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു അല്ലേ? എന്താണ്? സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആര് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഫേമിൻ്റെ മാനേജേഴ്സ്. എന്തിന്? ടു പുട്ട് their firm in the best possible position. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ തന്നെ സ്ട്രാറ്റജിക് അനാലിസിസ്, ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, കൺട്രോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ എൻവയോൺമെൻറ്റിനൊക്കെ മനസ്സിലാക്കി ചെയ്താലും കുറേ പ്രശ്നങ്ങൾ, അതായത് അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ആയിക്കൊള്ളണമെന്നില്ല. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത്, ഇത് എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റ് എന്താണ്? എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലെക്സ് ആൻഡ് ടർബുലൻറ്റ്. അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് പറയുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരുപാട് സമയം ഓർഗനൈസേഷൻസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിന്? ലോട്ട് ഓഫ് ടൈം ഇൻ പ്രിപ്പയറിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്ട്രാറ്റജീസ് ദാറ്റ് മേ ഇംപീഡ് ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ദി റുട്ടീൻ ബിസിനസ്. അതായത് ഡെയിലി ചെയ്യേണ്ട ആ റുട്ടീൻ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സമയം മറ്റേ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. ഓക്കെ, planning and strategizing are important, but putting them in action is where the actual success lies. അപ്പം ഇങ്ങനെ അതിനൊക്കെ ഭയങ്കര സമയമുണ്ടെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. ഒരുപാട് എക്സ്പെൻസ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന് ഒരുപാട് എക്സ്പെൻസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കാരണം വരുന്നുണ്ട്. എക്സ്പേർട്ടായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്യണം. അതായത് അവരെ അപ്പോയിൻറ്റ് ചെയ്യണം. Efforts are made for analysis of external and internal environments, devise strategies and properly implement. ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനേഴ്സിനെ എൻഗേജ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ. എന്താണ് അനലൈസ് ചെയ്യുക? എൻവയോൺമെൻറ്റ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ അനലൈസ് ചെയ്യാൻ, പിന്നെ സ്ട്രാറ്റജീസൊക്കെ ഡിവൈസ് ചെയ്യാൻ, പിന്നെ അതുപോലെ
ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി പ്രോസസ്സാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഫോർത്ത് പോയിന്റ്, ഇൻ എ കോമ്പറ്റീറ്റീവ് സിനേറിയോ where all organizations are trying to move strategically, it is difficult to clearly estimate the competitive responses to firms' strategies. അതായത് എല്ലാ ഓർഗനൈസേഷൻസും എന്താണ് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാനാണ് ഇതാക്കുന്നത്. നമ്മൾ പറഞ്ഞു നോക്കിയേക്കും അങ്ങനെ കുറേ കമ്പനീസിന് ഇങ്ങനത്തെ മിസ്റ്റേക്സ് വന്നു, അല്ലെങ്കിൽ അവരൊക്കെ എക്സ്റ്റിങ്ഷനിലോട്ട് പോയി എന്നുള്ളത് കൊണ്ട് ബിസിനസ് സ്ട്രാറ്റജി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അത് കാരണം എല്ലാവരും സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാനാണ് എല്ലാ കമ്പനീസും എന്ത് ചെയ്യും, ആദ്യം തന്നെ നല്ല സ്ട്രാറ്റജി ഒക്കെ കൊണ്ടുവരണം എന്ന് ആലോചിക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോമ്പറ്റീറ്റീവ് റെസ്പോൺസ് ടു ഫേം സ്ട്രാറ്റജീസ് ക്ലിയർലി എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് quite difficult to gauge the strategic planning of competitors because most of these decisions are taken within closed doors by the top management. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ലിമിറ്റേഷൻസിൽ പറഞ്ഞത്? എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലെക്സ് ആൻഡ് ടർബുലൻറ്റ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്, കോസ്റ്റ്ലി പ്രോസസ്, all organizations are trying to move strategically, so it is difficult to clearly estimate competitive responses to a specific to a firm's firm strategies. Okay, so ഇത് നാലുമാണ് നമുക്ക് ലിമിറ്റേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ്, why do businesses opt for strategic management even with its limitations? ഇന്നിങ്ങനെ 4 ലിമിറ്റേഷൻസ് പറഞ്ഞു, എന്നിട്ടും എന്തിനാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി പ്രോസസ്, യെറ്റ് ഓൾ ഓർഗനൈസേഷൻസ് വാണ്ട്സ് ടു ഡു ഇൻഡൽജ് ഇൻ ടു ഇറ്റ്. വൈ? എന്താ കാരണം? ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഔട്ട്വേ ചെയ്യുന്നത് ഇതിൻ്റെ ഡ്രോബാക്സിനെ അല്ലെങ്കിൽ ലിമിറ്റേഷനെ അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സിനെ. അത് മാത്രമാണ് കാരണം. കാരണം ഇത്രയൊക്കെ ഇതുണ്ടെങ്കിലും ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അല്ലേ? ലോങ്ങവിറ്റി കൂട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. A business cannot operate and succeed without proper strategic management. ഒരിക്കലും കഴിയില്ല ഒരു ബിസിനസ്സിന് പ്രോപ്പർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാനോ സക്സീഡ് ചെയ്യാനോ. അപ്പോൾ ഇതൊരു സ്മോൾ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചാപ്റ്റർ 1 ഒരു പാർട്ട് 1 ആയിട്ട് പറയുന്നത്. ഇനി സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, മിഷൻ, വിഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ പഠിക്കാം. അതാണ് ബെറ്റർ. ഓക്കെ.